മമ്മി ഈ ഒരു വൈകുന്നേരം ഈ ഒരു മൂവന്തി സമയത്ത് മമ്മിക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പാട്ടൊക്കെ പാടാൻ കുഴപ്പമൊന്നും. എന്നാ ഒരു പാട്ട് പാടിക്കുക, 2 ലൈൻ, 2 കേട്ടോ, 4, 5, 6 ആയിക്കോ. മമ്മി പോവാണോ? പാടാം, അങ്ങോട്ട് മാറി നിൽക്കാം. ഏത് പാട്ടാ മമ്മി പാടാൻ പോണേ? കിളിയേ കിളിയേ, ആ പാട്ട് പാടിക്കാന്നോ? പാടാം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ തന്നെ പാടിയിട്ട് നമ്മൾ തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ മതിയോ അല്ലേ? ആളുകൾ കമന്റ് ചെയ്യട്ടെ, അടിപൊളി പാട്ടാണോ, ഇനി പാടണോ അതോ പാടണ്ടേ, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. മമ്മി എന്തോ മമ്മി ഇങ്ങനെ ഇടയ്ക്കൊന്ന് എക്സർസൈസ് ഒക്കെ ചെയ്യണ്ടേ? കാര്യം മമ്മിക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റില്ല. മമ്മിക്ക് വാദത്തിൻ്റെ ഇഷ്യൂവും വെരിക്കോസിൻ്റെ മുറിവും ഒക്കെ ഉണ്ട്, നടക്കാൻ പറ്റില്ല. പക്ഷെ ഇടയ്ക്കെങ്കിലും ഒന്ന് നടക്കണൊക്കെ നല്ലതാണ് കേട്ടോ. മിറ്റത്തോടെ മമ്മിക്ക് ഈ ഉരുളങ്കല്ലിന് നടക്കാൻ പാടാ അല്ലേ മമ്മി? ഈ മിറ്റിലേക്ക് നടക്കാൻ അല്ലേ? മിറ്റിലേക്ക് നടക്കാൻ പാടാം. ഒത്തിരി അങ്ങനെ നടക്കത്തില്ല, ചെറിയ തോതിലൊക്കെ നടക്കാം. ഇപ്പം എന്താണ് വൈകുന്നേരം പരിപാടി? വൈകുന്നേരം എന്നാ ഇതൊക്കെ തന്നെ പരിപാടി, എക്സർസൈസ്, നടപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ മമ്മി, എന്നാ ചൂടാല്ലേ? എന്നിട്ട് ഈ ചൂടത്ത് ഇങ്ങനെ ചൂടൻ ചായ കുടിക്കണം കാരണം എന്നാ മമ്മി? നമ്മുടെ മലയാളികളുടെ ഒരു ശീലമായി പോയിട്ടോ ചൂടത്ത് ഈ ചൂടൻ ചായ. ഞാനും കുടിച്ച് ഇപ്പൊ എനിക്കും ചായ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ചായ, ബിസ്ക്കറ്റ്, ഏത്തപ്പഴം, അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് ഐറ്റംസ്. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു കഴിക്കാൻ? ചായ കുടിച്ച് അങ്ങനെ ഒരു ശീലമായോണ്ടേ. ദുശീലമാണ് മോളെ അത്. ഒരു ദിവസം ഒരു ചായയൊക്കെ ഓക്കെ, രാവിലെയും വൈകിട്ടും എല്ലാം അതും ഈ ചൂടത്ത് ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കരം തന്നെ, ബുദ്ധിമുട്ടല്ലേ. നടക്ക്. കിച്ചാമണി ഇല്ലാത്തോണ്ട് ഒരു രസമില്ല അല്ലേ മമ്മി? കിച്ചാമണി ഇല്ലാത്തോണ്ട് രസമില്ല. കിച്ചാമണി ശരിക്കും പറഞ്ഞാൽ കിച്ചാമണി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രസവും ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു രസമില്ല, വരമ ബോറിങ്ങാ അല്ലേ? ഭയങ്കര ബോറാ കിച്ചാമണി ഇല്ലാത്തോണ്ടേ. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഇത്രയും മിസ്സിങ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? പോയടിക്ക് ഭയങ്കര മിസ്സിങ്. ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മി ശല്യം ഒന്ന് പോയ സമാധാനം ഉണ്ടെന്ന്. ബുദ്ധിമുട്ടായിരുന്നു, വിഷമമായിരുന്നു. ആണോ? മമ്മിയുടെ നിത്യ ശല്യമായിരുന്നു ഞാൻ അല്ലേ? എല്ലാരും നല്ലതല്ലേ വീട്ടിലുള്ളത്. ഞാൻ പോയി എന്നെ കെട്ടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ പറയുന്ന സാധനമൊക്കെ തിന്നാൻ തരും, അങ്ങനെയൊക്കെയാണേ. വീട്ടിൽ നിൽക്കുമ്പോ വേണേ പോയി എടുത്ത് തിന്നടിന്നൊക്കെ അല്ലേ? അല്ലേ എല്ലാരും പുറത്തേക്കൊക്കെ പോകുമ്പോഴേ ഇപ്പം എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. എല്ലാവർക്കും വീട്ടിൽ നിൽക്കുമ്പോൾ വലിയ പേരൻസ് നല്ല വഴക്കൊക്കെ പറയും കേട്ടോ. നമ്മളെ എങ്ങോട്ടും കെട്ടിച്ചു വിടുവോ ജോലിക്ക് പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചൊക്കെ തരും. എങ്കിൽ പിന്നെ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് നല്ലതായിരുന്നു മമ്മി. മമ്മിക്ക് നേരത്തെ ഒത്തിരി പൂന്തോട്ടവും ചെടികളൊക്കെ ഉള്ളായിരുന്നു. മമ്മിക്ക് ഇപ്പം കാലിനൊന്നും പറ്റില്ല വന്നപ്പോഴത്തേക്ക് എല്ലാം പോയല്ലോ മമ്മി. എല്ലാം പോയി. എന്നാലും ഈ മരമൊക്കെ ഇത്രയും വലുതായല്ലോ മമ്മി. ഇത് വെട്ടി നിർത്തണം, കാരണം എന്താ പറയാ, ചുമ്മാ ഒത്തിരി പൊങ്ങിപ്പോയിട്ട് കാര്യമില്ല. ഇത് നല്ല ട്രീ പോലെ. മമ്മി ഇത് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആക്കാൻ പറ്റിയ മരം. വെട്ടി നിർത്തണം. അവിടെ ആ മെയിൻ റോഡ് സൈഡിൽ ഒരു വീടില്ലേ, അവിടെ കണ്ട വെട്ടി നിർത്തിയേക്കും. ഇപ്പൊ പല വീട്ടിലും ഈ സാധനം ഉണ്ട്. ഇതിന്റെ 2 കളർ ഉണ്ട്, ഒരു ബീട്രൂട്ട് കളർ ഉണ്ട് ഇതിന്റെ. അതാ വീട്ടിലുണ്ട്, 2 എണ്ണം ഉണ്ട്. ഇത് കൂട്ട് അത് നല്ല രസമാണ്. വെട്ടി നിർത്തണം, ചുമ്മാ ഈ ആഞ്ഞിലിയും പ്ലാവും പൊങ്ങിപ്പോയ പോലെ. അങ്ങനെ പോയാലും കാര്യമില്ല അല്ലെ? പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് മമ്മി ഇത്ര ആയത്? ഇതിപ്പോ എന്താ നട്ട 1 വർഷം ആയിരുന്നോ? എവിടെ? ഇത് ലോക്ക്ഡൌണിന്റെ സമയത്ത് നട്ടത്. ആണോ? ഇതിന്റെ പേരെന്തായിരുന്നു ഈ ഒരു മരത്തിന്റെ? യുജീനിയ അല്ലേ? നല്ല മരമാണ്. നമ്മൾ പ്രത്യേകിച്ച് കട്ടിങ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഇത് ക്രിസ്മസ് ട്രീ പോലെ ആട്ടോ വളരുന്നത്. ഇലയുടെ അറ്റത്തേക്ക് റെഡ്നെസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ എല്ലായിടത്തും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു മമ്മി. എല്ലാ വീട്ടിലും ഉണ്ട് മമ്മി. പിന്നെ ഇല്ലി വെച്ചിട്ട് എത്ര നാളായി ഇല്ലി? അത് ലോക്ക്ഡൌണിന്റെ സമയത്ത് നട്ടോ. ആണോ? ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ഫാസ്റ്റ് ഗ്രോവിങ് ആയിട്ടുള്ളൊരു ഇല്ലിയാണ് കേട്ടോ. പെട്ടെന്ന് വളരും. നമ്മളിപ്പോൾ ഒരു വിത്തിൻ 2 ഇയേഴ്സിനുള്ളിലൊക്കെ അത്യാവശ്യം കയറി അങ്ങ് വളരും അല്ലേ മമ്മി? പെട്ടെന്ന് വളരും. പക്ഷെ അതിന്റെ തലയ്ക്ക് മുറിച്ച് നിർത്തണം. ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം. ഇവിടെ അതിനൊന്നും മെനക്കെടാൻ ആരുമില്ല. ചുമ്മാ കണ്ടും പ്ലാവും ഒക്കെ പൊങ്ങിപ്പോന്ന പോലെ പൊങ്ങിപ്പോയ കൊള്ളിയല്ല. ഇതിങ്ങനെ മുറിച്ച് നിർത്തണം. ഇതുകൊണ്ട് അതിന്റെ ഒരു തൈ കയറി വരുന്നത് ഉണ്ടായിരുന്നോ? അത് പപ്പ നട്ടതല്ലേ? അത് ദീപ്തി നട്ടതാ. അത് ആണോ? അടിപൊളി, കൊള്ളാം.
ഇത് ഇനി ആ മതിലിന്റെ ആ അറ്റം തൊട്ട് ദേ അറ്റം വരെ നടുവാണെങ്കിൽ നല്ലതായിരുന്നേ. നല്ലതാണ്, പക്ഷെ അത് കട്ട് ചെയ്ത് നിർത്തണമെന്നേ. ചുമ്മാ ഒത്തിരി പൊങ്ങി പോയാലേ ശീലില്ല, കാണാൻ ഭംഗിയില്ല. ഒത്തിരി ചെടി ഉണ്ടായിരുന്നു, എല്ലാം പോയതാ. ഒരുപാട് ചെടി ആയാലും പാടാ മമ്മി. ഒത്തിരി ഉണ്ടായിരുന്നു. അല്ലേ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാ. ആ, കടലാസ് റോസൊക്കെ ഉണ്ടായിരുന്നു പല ഐറ്റം. അതെ അല്ലേ. അതെല്ലാം പോയി, പറ്റില്ല. എല്ലാ ചെടിയും നോട്ടക്കുറവുകൊണ്ട് പോയതാ. എല്ലാ ചെടിയും പോയി മമ്മിക്ക് വയ്യാണ്ട് വന്നപ്പോ അല്ലേ. 2 ദിവസം നനച്ചില്ലേ ഈ ചെടി ചട്ടിക്കകത്ത് നിൽക്കുമ്പോഴേ ആ ചെടി വേഗം പോവേ. ആ അതെ അതെ, എല്ലാം. മമ്മി നമുക്ക് റോഡിലേക്ക് നടക്കാൻ പോയാലോ, പറ്റുമോ മമ്മിയെ കൊണ്ട്? അങ്ങോട്ട് നടക്കാൻ പോയി കഴിഞ്ഞാലേ പിന്നെ ഒത്തിരി നടക്കാതിരിക്കും മമ്മി നല്ലത്. നടക്കാതിരിക്കാൻ നല്ലത്. ഞാൻ ഒത്തിരി സ്ട്രെയിൻ കൊടുത്ത് നടക്കണ്ട, പയ്യെ പയ്യെ നടന്ന് നടന്ന് ഒത്തിരി അങ്ങനെ നടക്കണമായിരിക്കും നല്ലത്.